റാന്നി നോളജ് വില്ലേജ് എന്ന മാതൃകാ പദ്ധതിയുടെ ഭാഗമായി ഒരു പുതിയ ആശയം റാന്നിയിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് സമർപ്പിക്കുക. ഡിജിറ്റൽ ലൈബ്രറി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് റാന്നിയിലെ ഏറ്റവും പുരാതനമായ സ്കൂൾ MS സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ ലൈബ്രറി ഒരു പുതിയ അനുഭവമാണ് കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നത്. സാധാരണ ഒരു ലൈബ്രറിയിൽ പോയാൽ ഉള്ള പുസ്തകങ്ങളെക്കാൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ. നാം ജീവിക്കുന്ന ഡിജിറ്റൽ കാലത്താണ്. അപ്പോൾ അവിടെ ശീലങ്ങൾ എല്ലാം മാറുമ്പോൾ വായനയെയും അത്തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു അന്വേഷണമാണ് ഇത്. നോക്കൂ, പുസ്തകങ്ങൾ. ഇതിൽ ഒരുപാട് പുസ്തകങ്ങളാണ്, ഒരുപാട് ടൈറ്റിലുകളുണ്ട്. ആത്മകഥകളുണ്ട്, കഥകളുണ്ട്, കവിതയുണ്ട്. മലയാളത്തിലേത് മുതൽ വിശ്വസാഹിത്യത്തിലെ വരെ ആത്മകഥയിലേക്ക് പോവുകയാണ്. കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ഒരു ആത്മകഥ. ഒരുപാട് ആത്മകഥകളുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒന്ന് മലാല യൂസഫ്സയാണ്. 1 book, ബാക്കിയവർ പറയും 1 book, 1 teacher, 1 pen and 1 child can change this world. ഒരു പുസ്തകത്തിന്, ഒരു തൂലികയ്ക്ക്, ഒരു കുട്ടിക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് പറഞ്ഞ പഠിക്കാനുള്ള ലോകത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും ദാഹത്തെ അഗാധമാക്കിയ മലാലയുടെ ആത്മകഥ നമുക്ക് ഡിജിറ്റലായി വായിക്കാം. ദേ വന്നു കഴിഞ്ഞു ഞാൻ മലാല. ഞാനാണ് മലാല എന്നീ പുസ്തകം നമ്മുടെ മുമ്പിൽ പാപ്പിറസ് ചുരുളുകൾ തുറക്കുന്നത് പോലെ, അക്ഷരക്കറുപ്പ് പോലെ ഈ പുസ്തകം ഇതാ നമ്മുടെ മുമ്പിൽ വിടർന്ന് നിൽക്കുകയാണ്. പുസ്തകത്തിലേക്ക് പോകുമ്പോൾ സാധാരണ നിലയിൽ ഈ ഒരു പുസ്തകം ഏതൊരു ലൈബ്രറിയിലും സ്കൂൾ ലൈബ്രറിയിലും ഒരു പുസ്തകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രത്യേകത എന്താണ് എന്ന് വിചാരിച്ചാൽ ഈ പുസ്തകം ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് വായിക്കാം. ഇവിടെയുള്ള എല്ലാ സിസ്റ്റത്തിലൂടെയും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പുസ്തകം വായിക്കാനാകും എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. മലാലയെ വായിക്കുമ്പോൾ തന്നെ സമാനമായി കീർത്തനയ്ക്ക് ഏത് പുസ്തകം വായിക്കാനാണെന്ന് അനുഭവം? എനിക്ക് ഹെലൻ കെല്ലറുടെ ആത്മകഥ വായിക്കണം എന്നാണ് താല്പര്യം. ഹെലൻ കെല്ലറെ വായിക്കണം എന്നാണ് കീർത്തന പറയുന്നത്. മലാലയ്ക്കൊപ്പം ഹെലൻ കെല്ലറെയും വായിക്കാം, നിക് ഒയേക്കിനെ വായിക്കാം, നമുക്ക് വയലാറിനെ വായിക്കാം. ഒക്ടോവിയോ പാസിനെ വായിക്കുന്നത് പോലെ തന്നെ ഒക്ടോവിയോ പാസിനെ പരിഭാഷപ്പെടുത്തിയ കടമ്മനിട്ടിയെയും രുചിക്കാം. അങ്ങനെ വായനയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് വിശ്വസാഹിത്യത്തിലെ ആ മഹാപ്രപഞ്ചത്തിലെ താരപ്രഭയുള്ള പുസ്തകങ്ങൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകങ്ങൾ വരെ എല്ലാം അറിയാനുള്ള ഒരു വലിയ വൈജ്ഞാനിക ശേഖരത്തിലേക്ക് റാന്നിയിലെ കുട്ടികൾ ചുവടുവെക്കുകയാണ്. അതിന് വഴിയൊരുക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം.